ഹായ് ഓൾ, അൺലൈൻ വിത്ത് അജ്മലിന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിലബസുകളുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അജ്മൽ സർ, പുതിയൊരു അക്കാഡമിക് ഇയറിലേക്ക് ഇനി 2 or 3 months നമ്മളെ പാരന്റ്സും സ്റ്റുഡൻസും ഒക്കെ എൻ്റർ ചെയ്യാണ്. തീർച്ചയായിട്ടും പാരന്റ്സിന്റെ ഏറ്റവും വലിയ ഒരു തോട്ടാണ് ഇനി നെക്സ്റ്റ് ഏത് സ്കൂൾ ചേഞ്ച് ചെയ്യണോ, നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന സിലബസ് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അതല്ല സിലബസ് ചേഞ്ച് ചെയ്യണോ എന്നൊക്കെ സ്വാഭാവികമായിട്ടും ആലോചിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഒരു സിലബസ് സെലക്ട് ചെയ്യുന്നിടത്ത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കേരള സിലബസ് ആണോ, CBSE ആണോ, IGCSE ആണോ, IB ആണോ, ISC ആണോ, ഇതിലേതാണ് നല്ലത്? അങ്ങനെ നല്ലൊരു സിലബസ് എന്ന് പറയുന്ന ഒരു സിലബസ് എന്നല്ല, ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഫാക്ടേഴ്സ് അനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ, എസ്പെഷ്യലി സിലബസ് ചേഞ്ചുമായി അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ചൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിലബസ് ചൂസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു എൻഡ് ഗോള് എന്താണ് എന്നുള്ളതാണ്. എൻഡ് ഗോൾ എന്നുള്ളത് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലെ ഒരു നല്ലൊരു സ്ഥാപനത്തിലാണോ നമ്മുടെ കുട്ടി ആഫ്റ്റർ 11th or 12th പഠിക്കേണ്ടത്? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഓൺ ദി അതർ സൈഡ് നമുക്ക് വിദേശത്ത് പോയിട്ട് US-ലോ യൂറോപ്പിലൊക്കെ പോയിട്ട് അവിടുത്തെ നല്ല യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ രണ്ട് കൂട്ടരും ചൂസ് ചെയ്യേണ്ട സിലബസുകൾ തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇനി അത് അടുത്തൊരു ലെവലിലോട്ട് ഇതേ കാര്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇന്ത്യയിൽ പഠിക്കുമ്പോഴുള്ള കോസ്റ്റ് നമുക്കറിയാം, ഒരു കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് ഇന്ത്യയിൽ പഠിക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ US-ലോ യൂറോപ്പിലോ പോയിട്ട് UG ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഹൈലി കോസ്റ്റ്ലി ആണ്. അപ്പൊ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസുമായിട്ട് എന്താണ് ഇത് കണക്റ്റഡ് ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന സ്കൂൾ ഏതാണ്, അവിടുത്തെ ഒരു സ്റ്റുഡൻറ് ടു ടീച്ചർ റേഷ്യോ എന്താണ്, അവിടുത്തെ ഒരു അക്കാഡമിക് ക്വാളിറ്റി, ഏത് സിലബസ് പഠിപ്പിക്കുകയാണെങ്കിലും ടീച്ചർമാരുടെ ക്വാളിറ്റി എങ്ങനെയാണ്, ഒരു അക്കാഡമിക് ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ള ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ മുമ്പിൽ ജനറലി ഉള്ള സിലബസുകൾ എന്ന് പറയുന്നത്, ഒന്ന് കേരള സ്റ്റേറ്റ് സിലബസ് ആണ്, 2 CBSE സിലബസ് ആണ്, 3 IGCSE, IB, പിന്നെ ICSE പോലെയുള്ള ഇങ്ങനെ 4-5 സിലബസുകളാണ് ജനറലി നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമ്മൾ കേരള സിലബസ് ആവട്ടെ, അതേപോലെ തന്നെ CBSE സിലബസ് ആവട്ടെ, ഇതിന്റെ കണ്ടന്റ് സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം എല്ലാത്തിൻ്റെ ബേസ് ഒന്നാണ്. പിന്നെ ഒരു ലോക്കൽ ഫ്ലേവർ ഡിഫറൻസ് ആണ് ഉള്ളത്. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ കേരള ഹിസ്റ്ററി പഠിക്കും, അവിടെ നമ്മൾ കുറച്ചും കൂടി ഇന്ത്യൻ ഹിസ്റ്ററിക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാമുഖ്യം നൽകുക. ഇനി നമ്മൾ മാത്സ് സയൻസ് ഒക്കെ വരുമ്പോൾ ഇതിന്റെ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ ഏറെക്കുറെ സിമിലർ ആയിരിക്കും. ഇതിന്റെ റിഗർ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഈ 2 സിലബസ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, ഇന്ത്യയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് സിലബസോ അല്ലെങ്കിൽ CBSE സിലബസോ നിങ്ങൾ ചൂസ് ചെയ്യുക. 2, നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചിലവ് കുറവായിരിക്കും, നേരെ മറിച്ച് CBSE ഒരു പ്രൈവറ്റ് സ്കൂളിൽ ചിലവ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് നോക്കുമ്പോൾ ജനറലി CBSEയിൽ പഠിക്കുന്ന കുട്ടികളാണ് ബെറ്റർ പെർഫോം ചെയ്യുന്നത് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ JEE NEET പോലത്തെ എക്സാംസ് നോക്കുമ്പോൾ ജനറലി ഒരു ടോപ്പ് 10,000 റാങ്ക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേറ്റ് ബോർഡിനേക്കാളും, ഇത് കേരള സ്റ്റേറ്റ് ബോർഡ് എന്നുള്ള മാത്രമല്ല എല്ലാ സ്റ്റേറ്റ് ബോർഡിനേക്കാളും കൂടുതൽ വരുന്ന ഒരു CBSE ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻസ് ആണ്. അതിനുള്ളൊരു കാരണം എന്നുള്ളത് ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എക്സാക്ട്ലി CBSE ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഭാഗം. ഇനി അടുത്ത സിലബസുകൾ ഇപ്പോൾ IGCSE, IB പോലുള്ള സിലബസുകളാണ്. ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് പുറത്ത് പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സിലബസുകളാണ് IGCSE, IB പോലത്തെ സിലബസുകൾ എന്നുള്ളത്. അപ്പോൾ IGCSE ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു 8th 9th IGCSE, IBയിലൊക്കെ ഒരു 8th 9th ആകുമ്പോൾ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് നമുക്ക് ചൂസ് ചെയ്യാം. ആ സബ്ജക്ട്സിലോട്ട് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. കുറച്ചുകൂടി ഒരു ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലേണിങ്ങിലോട്ട് എസ്പെഷ്യലി IBയിലൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. പിന്നെ നമ്മൾ വരുമ്പോൾ IGCSE എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ബ്രോഡാണ്. ഇപ്പോൾ CBSE നമുക്കൊരു 15 ചാപ്റ്റർ പഠിക്കാനുണ്ടെങ്കിൽ IGCSE അതിനേക്കാളും കൂടുതൽ പഠിക്കാനുണ്ടാവും. പക്ഷെ അത്ര ഡെപ്തിൽ പോവില്ല. പക്ഷെ മേ ബി 12th ആകുമ്പോഴേക്കും എല്ലാം കവറപ്പ് ചെയ്ത് പോകും. അപ്പോൾ വിദേശത്ത് നിങ്ങൾ പോകാൻ താല്പര്യമുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, അപ്പം നിങ്ങൾ മേ ബി ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾ വേറൊരു രാജ്യത്തോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സിലബസ് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു പ്ലാൻ, ഒരു മൊബിലിറ്റി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ. പിന്നുള്ളത് ICSE സിലബസ് ആണ്, കുറച്ചും കൂടി ലാംഗ്വേജ് ഓറിയന്റഡ് ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു സിലബസ് ആണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ പറയുക, ഇന്ത്യയിൽ പഠിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ പ്രോബ്ലി ഗോ ഫോർ സ്റ്റേറ്റ് ഓർ CBSE. വിദേശത്ത് പോകണം എന്നുണ്ട്, അതിനുള്ളൊരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് IGCSE IB ചൂസ് ചെയ്യാം. സ്കൂൾ ഫീസ് ഹയർ ആണ്, എക്സാം ഫീസ് ഹയർ ആണ്, പല കാര്യങ്ങളും ഹയർ ആണ്. ഇതാണ് അതിനെക്കുറിച്ച് ഒരു ഓവറോൾ പിക്ചർ നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് 7th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ CBSE സിലബസിൽ നിന്നും സ്റ്റേറ്റ് സിലബസിലേക്കുള്ള ഒരു ജമ്പ്. നമ്മൾ സ്കൂളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും പ്രിൻസിപ്പൽമാരൊക്കെ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാറുണ്ട്. ശരിക്കും അതിൽ വലിയ കാര്യവുമുണ്ടോ? അതിൽ നമ്മൾ ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? അതിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജനറലി ആളുകൾ ഈ ജമ്പ് തുടങ്ങുന്ന റീസൺ, അതിന് 2 റീസൺസ് ഉള്ളത്. ഒന്നാമത്തെ റീസൺ എന്നുള്ളത് നമുക്ക് 10th ശേഷം +1 അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു സൈഡിൽ SSLC പോലത്തെ എക്സാം മേ ബി CBSE ബോർഡ് എക്സാംസിനെക്കാളും കുറച്ചുകൂടി ഈസിയർ ആണ്. ആ ഈസിയർ ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് 11th അഡ്മിഷൻ കിട്ടാൻ ചാൻസ് എളുപ്പമാണ് എന്നുള്ള ഒരു ധാരണ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മുടെ ഒരു സ്കൂളിംഗ് സിസ്റ്റം ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിൽ എസെൻഷ്യലി നിങ്ങൾ മേ ബി സ്കോൾ കേരള പോലത്തെ ഒരു സ്കീമിലൊക്കെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഡസൻ മാറ്റർ. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും, നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാ, നിങ്ങൾ CBSE സ്റ്റേറ്റിലോട്ട് മാറേണ്ട ആവശ്യമൊന്നും ഇല്ല. അങ്ങനെ ഒരു പ്രസ്സിങ് നീഡൊന്നും ഇല്ല. അതേപോലെ തന്നെ ഇപ്പൊ വന്നിട്ടുള്ളൊരു ചേഞ്ച്, ഇപ്പോൾ ഈ വർഷം മുതൽ വന്നിട്ടുള്ളൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കേരള എൻട്രൻസിൽ പുതിയ സ്റ്റാൻഡർഡൈസേഷൻ നോർമലൈസേഷൻ സ്കീം കൊണ്ടുവന്നു. ഇത് സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ ആ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 8th 9th 10th നമ്മൾ ചേഞ്ച് ചെയ്യണമെന്ന് ആവശ്യമില്ല. 11th 12th നമ്മൾ മേ ബി ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂൾ, സ്കോൾ കേരള ഉള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് ഉള്ള ഒരു സ്കൂളിൽ മേ ബി ചൂസ് ചെയ്താൽ മതിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരിക്കലും ഒരു സിലബസ് നോക്കിയിട്ട് നിങ്ങൾ 7 8 ഒരു ജമ്പ് എന്ത് ചെയ്യണ്ട, നിങ്ങൾ തീരുമാനിക്കരുത്. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് സ്കൂളിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഗവൺമെൻറ് സ്കൂളിൽ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവിടെ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾ CBSEക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ലൊരു CBSE സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. ഈ കാരണങ്ങൾ വെച്ച് നിങ്ങൾ വെറുതെ ഒരു ഗവൺമെൻറ് സ്കൂളിലോട്ട് കുട്ടിയെ ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ, എന്തായാലും CBSE സ്റ്റുഡൻസിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നമുക്ക് ഈ സിലബസ് നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മേ ബി ഒരു എക്സ്ട്രാ ഒരു സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ XNY ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മുടെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ മുന്നോട്ട് വരുന്നുണ്ട്. അവരെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിലോട്ട് നമ്മൾ എൻറോൾ ചെയ്യുക. അപ്പോൾ മേ ബി ഒരു ലെസ്സർ കോസ്റ്റിൽ ഒരു സ്കൂളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു 1/4 കോസ്റ്റിൽ ഒരു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിലിപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും CBSE ആണെങ്കിലും ഒക്കെ നമുക്കറിയാം, കോമ്പറ്റീഷൻ എക്സാമിനെ സ്വാഭാവികമായിട്ടും നോക്കിക്കാണുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് എടുക്കണോ CBSE എടുക്കണോ എന്നുള്ള സംഗതി ഉണ്ടാവും. ശരിക്കും സ്റ്റേറ്റ് സിലബസ് എടുക്കുന്ന ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് കുറച്ചുകൂടി എക്സൽ ചെയ്യാൻ കഴിയുമോ, അതല്ല അവിടെ നമ്മൾ CBSE തന്നെയാണ് നോക്കേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ്? അതായത് നമ്മൾ പ്യുവർലി കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ JEE, CLAT, NEET പോലത്തെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും CBSE പഠിച്ച വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത്, ബെറ്റർ പെർഫോം ചെയ്യുന്നത്. ഇതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു 1ാം ക്ലാസ് മുതൽ CBSE പഠിക്കുന്ന ഒരാൾ, ഇപ്പം നമുക്കറിയാം ഒരു 8ാം ക്ലാസ് നമ്മൾ പഠിക്കുന്നതിന്റെ ബാക്കിയാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, 9ന്റെ ബാക്കിയാണ് 10th പഠിക്കുന്നത്. സിലബസുകൾ വരെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ വരെ അങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 10th വരെ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് പിന്നെ 11th പോകുമ്പോൾ അവന് സ്റ്റേറ്റ് സിലബസ് ടെക്സ്റ്റ് ബുക്ക് ഇല്ല, അവന് NCERT ടെക്സ്റ്റ് ബുക്ക്, CBSE കുട്ടികൾ പഠിക്കുന്ന അതേ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. അതായത് 11th 12th സ്റ്റേറ്റ് സിലബസ് എന്ന് പറയുന്ന ഒരു സിലബസ് ഇല്ല. സ്റ്റേറ്റ് സിലബസ് സ്കൂൾസ് ഉണ്ടെങ്കിൽ പോലും സ്റ്റേറ്റ് സിലബസ് ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പോൾ ഒരു CBSE പഠിക്കുന്ന കുട്ടി നമ്മൾ ആലോചിച്ച് നോക്കാം, അവൻ 10th വരെ പഠിച്ചതിന്റെ എക്സാക്ട് ബാക്കിയാണ് അവന് 11th ആ ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് 11th പഠിക്കാനുള്ളത്. ഞാൻ സ്റ്റേറ്റ് സിലബസ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ല, ഞാനൊക്കെ അത് അനുഭവിച്ച ആളാണ്, ഞാൻ സാറൊക്കെ അനുഭവിച്ച ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ 10th 11th പോകുമ്പോൾ വലിയൊരു ജമ്പാണ്. ഇതാണ് ഇവിടുത്തെ മേജർ പ്രശ്നം. ഇതുകൊണ്ടാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ കാര്യമായിട്ട് പിന്തള്ളപ്പെട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ 11th 12th എല്ലാവരും പഠിക്കേണ്ടത് ഒരേ സംഭവമാണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ലാൻഡ്സ്കേപ്പിൽ നോക്കുമ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ ഒരു ജമ്പ് കുട്ടികളുടെ മടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ജമ്പ് കുട്ടികൾക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മേ ബി XNY അടക്കമുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാംസ് ഉപയോഗിച്ച് കുട്ടികൾ എന്ത് ചെയ്യാം, സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികളെ 8th 9th 10th 6th മുതൽ തന്നെ അവരെ അപ്സ്കിൽ ചെയ്ത് തുടങ്ങാം. അപ്പോൾ മേ ബി സ്റ്റേറ്റ് സിലബസിൽ ആ ഒരു വലിയൊരു റിഗറസ് അല്ലാത്തതിലൂടെ പോകുന്നു, അപ്പുറത്ത് അവർ ഫൗണ്ടേഷനിലൂടെ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യുന്നു.
അതോടൊപ്പം എനിക്കൊണ്ട് 7ാം ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ USS ഉണ്ട്. 8th NMMS ഒരു വിഭാഗം സ്റ്റുഡൻസിന് എഴുതാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഈ ഒളിമ്പ്യാഡ് എക്സാംസ്, അത് സ്റ്റേറ്റ് ആവട്ടെ CBSE ആവട്ടെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ആക്ച്വലി നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഹൈസ്കൂളിൽ നോക്കുമ്പോൾ CBSEയിൽ കുറെ കുറവാണ്, സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഒളിമ്പ്യാഡ് ലെവലുള്ള ഇതായിരിക്കും CBSE പിന്നെ ഈ സഹോദയാസൊക്കെ നടത്തുന്ന പരീക്ഷകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണുള്ളത്. അപ്പോ ഞാൻ പറയുന്നത് ഈ ഒരു പാത്ത് സ്വീകരിക്കുക. CBSE ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിന്റെ ക്വാളിറ്റി നോക്കുക. നിങ്ങൾ വെറുതെ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്കൂൾ ക്വാളിറ്റി കുറവാണെങ്കിൽ അത് സ്റ്റേറ്റ് ആണോ, സിലബസ് സ്റ്റേറ്റ് ആയാലും CBSE ആയാലും നിങ്ങൾക്ക് വേണ്ട പല ഫാക്ടേഴ്സ്. സ്കൂൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അക്കാഡമിക്സ് മാത്രമല്ല, ഒരു കുട്ടിക്ക് വേണ്ട ഒരു അച്ചടക്കം, ഡിസിപ്ലിൻ നടന്ന് കിട്ടുന്നില്ല ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇനി നമുക്ക് പൊതുവെ ഇത് ഇപ്പൊ ഇന്ത്യൻ സിലബസിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരാൾക്കാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ് ആൻഡ് CBSE വരുന്നത്. ഇതല്ലാതെ വിദേശത്തുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ IGCSE ആണെങ്കിലും IB ആണെങ്കിലൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ എക്കണോമിക് ആയിട്ടുള്ള സംഗതി നമ്മൾ നോക്കേണ്ടി വരും. ശരിക്ക് ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ അല്ലെങ്കിൽ CBSE പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സ്കോപ്പ് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക? ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ വിദേശത്ത് നമ്മൾ പോകുമ്പോൾ, എസ്പെഷ്യലി നല്ല യൂണിവേഴ്സിറ്റികൾ നമ്മൾ പോകുമ്പോൾ, നമ്മൾ US-ലോ അല്ലെങ്കിൽ നമ്മൾ ഈവൻ മിഡിൽ ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ ഈസിലി നമുക്കൊരു 30 to 50 lakh rupees ഒരു വർഷം നമുക്ക് ചിലവ്. ഇതൊരു ഹൈ ഫീ ആണ്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും IB IGCSE പഠിക്കുമ്പോൾ ഇതും കൂടി കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും ചൂസ് ചെയ്യുക. രണ്ടാമത്തത്, വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളുടെ ഒരു അഡ്മിഷൻ പ്രൊസീജിയറാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാലേ നമുക്ക് ചോദ്യത്തിന് ശരിക്കും ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഇത്രയധികം ജനങ്ങൾ എഴുതുന്നതുകൊണ്ടാണ് നമുക്ക് JEE NEET പോലത്തെ പരീക്ഷകൾ ഉള്ളത്. വിദേശത്ത് എന്നാൽ അങ്ങനെയല്ല. വിദേശത്ത് മേ ബി ഇത്രയധികം കുട്ടികൾ ഓരോ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ പോലെ അത്രയും ഹൈ പോപ്പുലേറ്റഡ് രാജ്യങ്ങളല്ല പല രാജ്യങ്ങളും, ഭൂരിഭാഗം രാജ്യങ്ങളും. പക്ഷെ എന്താ അവർ നോക്കുന്നത്? അവരൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ സ്കോറിന് പകരം ഒരു ഹോളിസ്റ്റിക്കലി പല മേഖലകളിൽ കുട്ടികൾ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നോക്കും. അവർക്ക് ഇപ്പോൾ US-ലാണെങ്കിൽ അല്ലെങ്കിൽ ഈവൻ മിഡിൽ ഈസ്റ്റിലെ യൂണിവേഴ്സിറ്റികളാണെങ്കിൽ SAT എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അത് US-ന്റെ കോളേജ് ബോർഡ് നടത്തുന്ന എക്സാമാണ്. അതേപോലെ ACT എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. അതിൽ നല്ലൊരു സ്കോർ ഉണ്ടോ നോക്കും. അതിൽ റാങ്ക് ലിസ്റ്റിന് പകരം അതിൽ അത്യാവശ്യം ഇന്നൊരു ബെഞ്ച് മാർക്കിനുള്ള സ്കോർ ഉണ്ടോ നോക്കും. അതേപോലെ തന്നെ അവര് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ അവര് എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കും. ടോട്ടൽ അവരുടെ എല്ലാ കഴിവുകളെയും നോക്കും. ഇപ്പോൾ സ്പെസിഫിക്കലി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അബുദാബിയിലെ യൂണിവേഴ്സിറ്റിയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവര് നോക്കിയിരുന്ന ഒരു കാര്യം, അപ്പോൾ അവിടെ ഞാനൊരു പെൺകുട്ടിയെ, ഒരു ഇന്ത്യക്കാരി പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അഫ്സ എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ ആ കുട്ടി അവിടെ 2 കോടി രൂപയുടെ സ്കോളർഷിപ്പിൽ പഠിക്കുകയാണ്. ഒരു കാശ്മീരി പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ? നീ IGCSE IB ആണ് പഠിച്ചതെന്ന് ചോദിച്ചു. അല്ല, അതൊന്നല്ല പഠിച്ചത്, CBSE ആണ് പഠിച്ചത്. അപ്പോൾ എന്താണ് അഡ്മിഷൻ കിട്ടാനുള്ള കാരണം? അപ്പോൾ അഡ്മിഷൻ കിട്ടാനുള്ള കാരണം എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് ഉണ്ട്. ഇന്ത്യയിലെ മാത്സിലെ വൺ ഓഫ് ദി ടഫസ്റ്റ് പരീക്ഷയാണ്. മാത്സ് ഒളിമ്പ്യാഡിലെ ട്രെയിനിങ് ക്യാമ്പിൽ നാഷണൽ ലെവലിൽ പങ്കെടുത്തപ്പെട്ട സെലക്ട് ചെയ്യപ്പെട്ട ആളാണ് അവർ. പ്ലസ് ഒരു ഡിബേറ്റിംഗ് കോമ്പറ്റീഷനിൽ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഒളിമ്പ്യാഡ്സ് പോലത്തെ എക്സാംസ് എത്രത്തോളം പ്രസക്താണെന്നുള്ളതാണ്. അതായത് ഈവൻ നിങ്ങൾക്ക് CBSE അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ചാൽ ഈ ഒളിമ്പ്യാഡ് പോലത്തെ ഏതെങ്കിലും ഒളിമ്പ്യാഡ്സിലാണ് പറയുന്നത്, ഗവൺമെന്റ് നടത്തുന്ന ഈ ആക്ച്വൽ ഒളിമ്പ്യാഡ്സിൽ പോലത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഈ കോമ്പറ്റീഷൻസിൽ നമ്മുടെ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വിദേശത്തുള്ള നല്ല യൂണിവേഴ്സിറ്റികളടക്കം സ്കോളർഷിപ്പ് നേടാൻ സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള ഒരു മിസ്മാച്ച് എന്നുള്ളത്, എന്തുകൊണ്ട് IGCSE IB എന്നുള്ളത്, അവർ പൊതുവെ ഈ പ്രൊഫൈൽ ബിൽഡിംഗ് പല മേഖലകളിലും മികവ് തെളിയിക്കുക എന്നുള്ള രീതിയിലാണ് അവർ ജനറലി പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ CBSE-ലാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു എക്സ്ട്രാ എഫേർട്ട് നമ്മൾ അതിനു വേണ്ടി എക്സ്ട്രാ CBSE-ലോ സ്റ്റേറ്റ് സിലബസിലോ കുട്ടികൾക്ക് ഇടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ മികവ് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിദേശ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് നമുക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ പൊതുവെ നടക്കുന്ന സംഗതിയാണ്, ഇപ്പോൾ നേരത്തെ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ലേക്ക് സിലബസ് ചേഞ്ച് വരുന്നത് പോലെ 10th കഴിഞ്ഞിട്ടും ഇതേപോലെ സിലബസ് ചേഞ്ച് വേണോ എന്ന് പാരന്റ്സ് എന്ത് ചെയ്യാറുണ്ട്, 10ാം ക്ലാസ് കഴിയുമ്പോൾ പ്രത്യേകിച്ചും ആലോചിക്കാറുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു സജഷൻ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്? അതായത് IGCSE IB ഡെഫിനറ്റ്ലി അത് വേറൊരു സിലബസ് ആയിട്ടാണ് പോകുന്നത്. നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. 10th കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റേറ്റിൽ നിന്ന് CBSE-ലോട്ടോ അല്ലെങ്കിൽ CBSE നിന്ന് സ്റ്റേറ്റിലോട്ടോ മാറേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, സ്റ്റേറ്റ് ആവട്ടെ CBSE ആവട്ടെ 11th-ലും 12th-ലും പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ, എസ്പെഷ്യലി നമ്മൾ സയൻസിലോട്ടും മാത്സിലോട്ടും വരുമ്പോൾ സെയിം ആണ്. പുസ്തകത്തിൽ കണ്ടന്റിൽ യാതൊരു വ്യത്യാസമില്ല. സെയിം കണ്ടന്റ്, സെയിം ബുക്ക്, മേ ബി ചട്ട മാറ്റി മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്, റൈറ്റ്? പിന്നെയുള്ള വ്യത്യാസം എന്നുള്ളത് CBSE സിലബസ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ 11th പബ്ലിക് എക്സാം ഇല്ല, സ്റ്റേറ്റ് സിലബസിൽ പബ്ലിക് എക്സാം ഉണ്ട്.
സ്റ്റേറ്റ് സിലബസിൽ 6 സബ്ജക്റ്റ് പഠിക്കണം, CBSE 5 സബ്ജക്റ്റ് പഠിച്ചാൽ മതി, മേ ബി ഒരു സബ്ജക്റ്റ് കുറവ് പഠിച്ചാൽ മതി. ഇതാണ് വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മേ ബി CBSE-ക്കാളും നല്ലത് ചിലപ്പോൾ സ്റ്റേറ്റ് സിലബസിലൊരു സ്കോൾ കേരള പോലത്തെ ഒരു സ്കീമിൽ പഠിക്കുന്നതായിരിക്കാം. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബോർഡ് എക്സാം 11th വരുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മേ ബി ഒരു 2-3 months അവർ അതിൻ്റെ മേലെ കെട്ടിമറിയണം, അത് അവർക്ക് പോവുകയാണ്. പക്ഷേ CBSE ആകുമ്പോൾ 5 സബ്ജക്റ്റ് പഠിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മളൊരു ട്രേഡ് ഓഫ് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. പിന്നെ നമ്മുടെ സ്കൂൾ, നമ്മൾ പോകുന്ന സിസ്റ്റം ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗോൾ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ഈ കാര്യങ്ങൾ അറിഞ്ഞ് നമ്മളൊരു തീരുമാനം എടുക്കാമെന്നാണ് ചെയ്യാനുള്ളത്. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് 11th 12th പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റിൽ വരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഏത് സിലബസ് ആണെങ്കിലും ഈ പറഞ്ഞ രൂപത്തിൽ അവിടെ നമ്മൾ ബാക്കിയുള്ള ഒരുപാട് ഫാക്ടറുകളെ നമ്മുടെ ഫൈനാൻസസ്, നമ്മുടെ സ്കൂളിന്റെ ക്വാളിറ്റി, അവിടുത്തെ അക്കാഡമിക്സ്, അവിടുത്തെ ടീച്ചേഴ്സ്, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ഇതിനുള്ള വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം നമ്മുടെ XNY ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് സിലബസിൽ അല്ലെങ്കിൽ ഈവൻ CBSE പഠിക്കുന്ന സ്റ്റുഡൻസിന് രണ്ടിനും നമുക്ക് സ്ട്രീംസ് ഉണ്ട്. ഈവൻ IGCSE IB-യിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് നമ്മുടെ ഇതിൽ പഠിക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ചില നാട്ടിൽ ചിലപ്പോൾ IGCSE സ്കൂളേ ഉണ്ടാവുള്ളൂ, നല്ല സ്കൂൾ ഈ പറഞ്ഞ പോലെ ചൂസ് ചെയ്യും. അപ്പോൾ അവർ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ പിൻഡ് കമന്റിൽ നൽകാം. നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ വിവരങ്ങൾ നൽകാം. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻസ്. താങ്ക് യു.